കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്ന് കാണുമെന്നുള്ള വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഷിജോ, എന്തായാലും കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നുള്ളത് വളരെ ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ എന്തൊക്കെയാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ? ജിൽസി, ഗുഡ് മോർണിംഗ്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നുള്ള അല്ലെങ്കിൽ കേരളത്തിന് എയിംസ് വേണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനവിധി തേടുന്ന എംപിമാർ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കേട്ടതാണ് കേരളത്തിന്റെ എയിംസ് ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനുമേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുമെന്ന് എംപിമാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കേട്ടതാണ്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിനെ കുറിച്ച് ഒരു തരത്തിലുമുള്ള പരാമർശമില്ലായിരുന്നു. അതോടുകൂടി കേരളത്തിന്റെ എയിംസ് ആഗ്രഹം അവസാനിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ കേരളം വലിയ തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ അതുണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ നേരിട്ട് കാണാൻ വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് പുറപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്കാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ വീണ ജോർജ് നേരിട്ട് കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചാണ് കേന്ദ്രമന്ത്രിയെ വീണ ജോർജ് കാണുന്നത്. കേരളത്തിൽ എയിംസ് അനുവദിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കേരളം പൂർത്തിയാക്കിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമ നടപടികളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതാണ്. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. മറ്റ് പല സ്ഥലങ്ങളിലും കേരളം നിർദ്ദേശിച്ചുവെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കോഴിക്കോട് കിനാലൂരാണ് എന്ന് കണ്ടെത്തുകയും അവിടെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥലം കണ്ടെത്തി കൃത്യമായ പരിശോധനകളൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇനി കേന്ദ്രമാണ് എയിംസ് അനുവദിക്കേണ്ടത്. അപ്പോൾ അക്കാര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയെ ഇന്ന് വീണ ജോർജ് കാണുന്നത്. കഴിഞ്ഞ ദിവസം തീർച്ചയായും ആ കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം കേരളത്തിന്റെ വളരെ ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ്. അതിന്മേൽ കേന്ദ്രം എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ